ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദീസ് മിനി വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവിടെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, എൻ്റെ ചേച്ചിയുടെ തുലാഭാര വീഡിയോ. അപ്പോൾ തുലാഭാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത അമ്പലദർശനത്തിനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ എത്തിയത് മണ്ണാർശാലയിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണാർശാല പോകുന്നതിന് മുമ്പേ നിങ്ങൾ കാണേണ്ട ഒരു പ്രധാനിയുണ്ട്. ഞങ്ങളുടെ ദേശത്തിൻ്റെ, ഞങ്ങളുടെ നാടിൻ്റെ നാഥനായ തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതായത് ഞങ്ങളുടെ ഹരിഗീതപുരേശൻ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ കൂടെ ഇടയില്ല. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല ബ്ലോക്ക് അനുഭവപ്പെട്ടു. അതിനിടയിൽ കൂടെ എങ്ങനെ പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനായി. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്തന്മാരും കൂടുതൽ അമ്പലങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചാനലിൽ കാണുന്ന വീഡിയോസ് എല്ലാം ഇങ്ങനെ അമ്പലവും പള്ളിയൊക്കെ ആണല്ലോ എന്ന്. മറ്റൊന്നുമല്ല, കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ്. ഞാനല്ലാതെ വലിയ ഭക്തയൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ മണ്ണാർശാല ക്ഷേത്രത്തിലെത്തി. മണ്ണാർശാല ക്ഷേത്രത്തിലും വ്യത്യാസമൊന്നുമില്ല, നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വഴിപാട് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഈ കാണുന്ന മരമാണ് നാഗലിംഗം. ഇതിൽ 2 മരങ്ങൾ ഞാൻ മണ്ണാർശാലയിൽ കണ്ടിട്ടുണ്ട്. ഈ പീരങ്കി ഉണ്ടകൾ പോലെയുള്ള ഉണ്ട കാരണമായിരിക്കാം ഇതിന് കനോൺ ബോൾ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ നേരെ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങി. പണ്ട് തൊട്ടേ മണ്ണാർശാല ക്ഷേത്രത്തിൽ വന്ന ആദ്യം ഇറങ്ങുന്നത് ഈ കുളത്തിലാണ്. പിന്നെ കുളത്തിലെ കാഴ്ചകളും കാവിലെ കാഴ്ചകളും ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതി ആസ്വദിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏതൊരു നാഗക്ഷേത്രം എടുത്താലും നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്, അതൊരു കാവോട് കൂടിയായിരിക്കും. അതുപോലെ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന കാവോട് കൂടിയ ക്ഷേത്രമാണ്. അതും കേരളത്തിലെ ഏറ്റവും വലിയ നാഗരാജ ക്ഷേത്രമാണ് നമ്മുടെ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ടുള്ള ആളുകൾ ഒരിക്കൽ വന്നവർ പിന്നെയും വരാൻ ആഗ്രഹിക്കും. അതുപോലത്തെ നല്ല തണുത്ത കുളിർമയുള്ള അന്തരീക്ഷം. കാരണം ഇത്രയും മരങ്ങൾ ഇടതിങ്ങി ഇങ്ങനെ നിൽക്കുന്നിടത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നല്ല തണുത്ത നല്ല ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാനിവിടെ വരാറുണ്ടായിരുന്നു. കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൊട്ടേ വന്നു തുടങ്ങിയ ഒരു അമ്പലമാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ശരിക്കും വരാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാവുമല്ലോ കളിപ്പാട്ട കടകളൊക്കെ കൂടുതലുള്ളത്. കണ്ണിന് ഇങ്ങനെ കുളിർമ കിട്ടുന്ന ഏതൊരു കാഴ്ചയും ഞാൻ കളയാറില്ല. അത് പ്രകൃതി ആയാലും ഇതുപോലെയുള്ള പർച്ചേസിങ്ങിന് പറ്റുന്ന ചെറിയ ചെറിയ ഷോപ്പുകളായാലും. അന്നൊക്കെ വഴക്കിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെ വാങ്ങാറേ ഇല്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇവിടുത്തെ വള്ളിപ്പടർപ്പുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. വളരെ ഈ സർപ്പങ്ങളൊക്കെ ഇഴ ചേർന്ന് കിടക്കുന്നത് പോലെ, പിണഞ്ഞ് കിടക്കുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാവിനുള്ള ഓരോ വള്ളികളും. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയാനാണെങ്കിൽ, മക്കളില്ലാതെ കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും അവർക്ക് സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നാഗരാജാവിൻ്റെ അധിവാസ സ്ഥലങ്ങൾ മൊത്തം കാട്ടുതീയിലാകപ്പെട്ടു. ആ തീയിലാകപ്പെട്ട സർപ്പങ്ങളെ ഈ ദമ്പതികൾ പരിചരിച്ചു. അപ്പോൾ അങ്ങനെ പരിചരിച്ച് വരുന്ന സമയത്ത് സർപ്പദൈവങ്ങൾ അങ്ങ് സന്തുഷ്ടരായി. അങ്ങനെ കാട്ടുതീ അണഞ്ഞ് മണ്ണാറിയശാല, പിന്നെ മണ്ണാറശാല ആയി എന്നാണ് ഐതിഹ്യം. പിന്നെ ചിലർ പറയുന്നത് കേൾക്കാം, മന്ദാരച്ചെടികൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായെന്ന്. അങ്ങനെ മറ്റൊരു വിശ്വാസവും ഉണ്ട്. അങ്ങനെ ശ്രീദേവി അന്തർജനം 5 തലയുള്ള സർപ്പശിശുവിന് ജന്മം കൊടുത്തു. മനുഷ്യ ശിശുവിനും ജന്മം നൽകി. മനുഷ്യ ശിശു ആവട്ടെ ഗൃഹസ്ഥാശ്രമത്തിലേക്കും, സർപ്പരൂപത്തിലുള്ളത് ഇല്ലത്ത് സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സംഗീതത്തിലേക്ക് മാറിയെന്നാണ് ഐതിഹ്യം. അങ്ങനെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് ഉരുളി കമഴ്ത്തി. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഉരുളി കമഴ്ത്തൽ. അങ്ങനെ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തി പിന്നീട് ഇവർക്ക് കുട്ടികളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉരുളി നിവർത്താനായിട്ട് വരും. ഇവിടുത്തെ പ്രധാന പൂജാരിയായ അമ്മ ഇവർ കമഴ്ത്തിയ ഉരുളി അനന്തൻ്റെ നിലവറയിൽ കമഴ്ത്തും. അത് കഴിഞ്ഞ് അവിടെ തന്നെയാണ് ഇത് നിവർത്തുക. അങ്ങനെയാണ് കേട്ടറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മടങ്ങയാണ്. ഈ അമ്പലത്തിൻ്റെ വഴിപാടും കാര്യങ്ങളും ഐതിഹ്യമൊക്കെ മറ്റൊരു വീഡിയോയിൽ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ പാർക്കിങ്ങിലേക്ക് ഇത്ര ദൂരത്തിൽ നടന്നതുകൊണ്ട് തന്നെ നല്ല ടയർഡായിട്ടുണ്ട്. അത് മാത്രമല്ല, സമയം നല്ലതുപോലെ അതിക്രമിച്ചു. വിശപ്പിൻ്റെ വിളി അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്കെൻ്റെ വിശപ്പ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സീ സൂൺ, ബൈ.